Hello, welcome to Market Discussion of the Day. Today, January 15th, 2026. തേഴ്സ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ലിങ്കുകൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുകൊണ്ട് എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. സോ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ എൻ്റെ നമ്പരും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാവുന്നതാണെന്ന് കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് കോഴ്സ് പല ആൾക്കാർക്കും ടൈം കിട്ടാത്തത് കൊണ്ടിട്ട് തന്നെ യൂട്യൂബ് കോഴ്സ് നമ്മളൊരു എല്ലാവരും ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് രാത്രി 8 മണിക്കായിരിക്കും അടുത്ത ചൊവ്വാഴ്ച മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും എല്ലാം ലൈവായിട്ട് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് അതിനകത്തുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അങ്ങനെ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് എനിക്ക് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമുക്ക് ഇന്നലെ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉള്ള ദിവസമായിരുന്നു. ഇന്നലെ നമ്മൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമായിരുന്നു അല്ലേ. സോ ബേസിക്കലി ഉച്ചയ്ക്ക് വൈകുന്നേരം 5:30 ശേഷം മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നു. US ഡോളറിന് അനുകൂലമായിട്ടുള്ളൊരു ന്യൂസാണ് വന്നത്. -0.1% ആയിരുന്നു കഴിഞ്ഞ പ്രീവിയസ് ന്യൂസ് വന്നത്. സോ ഫോർകാസ്റ്റ് 0.5 ആയിരുന്നു. പക്ഷേ ആക്ച്വൽ ന്യൂസ് വന്നപ്പോൾ 0.6% ആയിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. US ഡോളറിന് പോസിറ്റീവും ഗോൾഡിന് നെഗറ്റീവും ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇന്നലെ വന്നിട്ടുണ്ടായത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് 12:30 മണിക്ക് ഉച്ചയ്ക്ക് 12:30 മണിക്ക് GBP ഡയറക്റ്റ്ലി ബാധിക്കുന്ന GDP അനൗൺസ്മെൻറ്റ് വരാനായിട്ടിരിക്കുന്നു. ഓക്കെ, സോ GBPയിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ആ ഒരു സമയത്ത് ഈ ഒരു ടൈം കൊണ്ട് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ വൈകുന്നേരം 7 മണിക്ക് നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറയുന്ന എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ന്യൂസും വരുന്നുണ്ട്. സോ അത് ആ ഒരു സമയത്ത് ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി മാത്രമേ മാർക്കറ്റിൽ ഈ ഒരു ന്യൂസ് കൊണ്ട് ഉണ്ടാവുള്ളൂ എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം. അതിൽ പ്രത്യേകിച്ച് ഇറാൻ US സംഘർഷം അത് ഭയങ്കരമായ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങൾ അത് ഭയങ്കരമായി ഓവറാക്കി കാണിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം US വെനിൻസുല പോലൊരു രാജ്യം പോലെ ഇറാനെ കീഴടക്കാനൊന്നും പറ്റില്ല. കാരണം ഇറാൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അത് മാത്രമല്ല ഇറാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റഷ്യയും ചൈനയും ഉണ്ട് എന്നുള്ളൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണെന്നും കൂടെ ഉള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മളൊരു പുതിയൊരു ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അൺസർട്ടനിറ്റി വരാൻ നേരത്ത് ഗോൾഡിൻ്റെ പ്രൈസ് കൂടും അല്ലേ. സോ നേരെ ഒരു ന്യൂസ് കാണുന്നു, ഇറാനകത്ത് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ചുമ്മാ കയറി ബൈ ഒന്നും എടുത്ത് കളയരുത്. ഓക്കെ, നമുക്ക് നല്ല സപ്പോർട്ട് ലെവൽസിലൊക്കെ എത്തിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബൈ എടുത്ത് മുന്നോട്ട് പോകാം. ഇന്നലെ തന്നെ പല ആൾക്കാരും ബൈ ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റ് 4591 വന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ റേഞ്ച് 4580 എന്ന് പറയുന്ന റേഞ്ച് ഇന്ന് രാവിലെ ഗോൾഡിൽ വരികയും ചെയ്തു. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു നമുക്ക് അതേപോലെ തന്നെ ഉറപ്പായിട്ടും ഗ്രീൻലാൻഡ് വിഷയത്തിൽ US എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. കാര്യം നാറ്റോ എന്ന് പറയുന്ന സഖ്യം വരെ പിരിഞ്ഞു പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ന്യൂസ് ആയിരിക്കും അത്. പക്ഷേ ഇപ്പോൾ ക്യൂബ, കൊളംബിയ പോലത്തുള്ള രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ എത്രമാത്രം വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് ഗോൾഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോൾഡ് ഇന്നലെ പോയ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4640 എന്ന് പറയുന്ന ഹൈ ആയിരുന്നു. ഞാൻ ഇന്നലെ 2 ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞത്. ഇന്നലെ 4640 അവിടുന്ന് സെല്ലെടുക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 4645, 46 ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് സെല്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വട്ടം നമുക്ക് അതേ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഡിസ്കഷന് ശേഷം. ഓക്കെ, 2 വട്ടം മിനിമം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ചെറിയ ടേക്ക് പ്രോഫിറ്റ് മതിയാവും. കാരണം സെല്ലിലാണ് നമ്മൾ നിൽക്കുന്നത്. മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ചെറിയൊരു ടേക്ക് പ്രോഫിറ്റ് മതിയാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് 2 വട്ടം ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് രാവിലെ നമുക്ക് 4680 എന്ന് പറഞ്ഞ് ഇന്നലെ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലെവലും നമുക്ക് ഇന്ന് രാവിലെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്
4000 എന്താ പറയുക 4550, 4580 അതാണ് ഒരു ലോവർ സോണായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹയർ സോണിൽ 4645 ടു 4700 എന്ന് പറയുന്ന ലെവലിലായിരിക്കാം മാർക്കറ്റ് ഉണ്ടാവും. ഒരു 4700 ഒരു കുറച്ചും കൂടെ വലിയ ലെവലിൽ 4680 ബ്രേക്ക് ആയാൽ 4700 ആ റേഞ്ചിലോട്ടൊക്കെയാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഒരു 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 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, നമുക്ക് ബൈ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി 4580 അവിടെ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. നമുക്ക് 4580 സോണിലും 4560 സോണിലും നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി 4580 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക, ഒരു ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാം. 4570 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് 4560 അവിടെയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവാണ്. 4560 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 4540 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഫസ്റ്റ് ടാർഗറ്റ് 4620, സെക്കൻഡ് ടാർഗറ്റ് 4640, തേർഡ് ടാർഗറ്റ് 4680 എന്ന് പറയുന്ന 3 ടാർഗറ്റുകളായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് പോകാവുന്നതുമാണ്. ഓക്കെ, സോ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ബൈ അറ്റ് ബ്രേക്ക് ഔട്ടാണ്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ 4645 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 4 അവർ ക്യാൻഡിലോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ 40-45 റേഞ്ചിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോയി നമുക്കൊരു ടാർഗറ്റ് 4680 എന്ന് പറയുന്ന ടാർഗറ്റിലോട്ട് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കുകയും ചെയ്യാം. സോ 4645 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 4620 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു നമുക്ക് നേരെ നമ്മുടെ JPY വരുമ്പം JPY ഇന്നലെ നമുക്ക് 158.1, ഇന്നലെ നമ്മൾ പറഞ്ഞ റേഞ്ച് 158.1 റേഞ്ചിൽ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. ഇന്നലെ നമുക്ക് ഗോൾഡിലും പ്രോഫിറ്റ് കിട്ടി, അതേപോലെ തന്നെ USD JPYയിലും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ USD JPYയിൽ നമുക്ക് എന്താ പറയുക, സോ ഇന്നലെ ഹൈ പോയപ്പം 159.5 റേഞ്ച് വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ലോ പോയപ്പം 158.1 വരെയായിരുന്നു മാർക്കറ്റ് പോയത്, അല്ലേ? സോ ഇന്ന് നമുക്ക് വീണ്ടും 158.1 ലെവലിൽ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് USD JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. USD JPYയുടെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ലോ പറയുകയാണെങ്കിൽ 157.80 to 158.10. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിലൊക്കെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഹൈ ആണെങ്കിൽ 159.20 to 159.60 ആണ് ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി 158.10 നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 157.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 158.90 159.10 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, അല്ലാത്ത പക്ഷം ബൈ അറ്റ് ബ്രേക്ക് ഔട്ട് ആണ്. അത് ഇന്ന് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 159.60 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 അവർ ക്യാൻഡിലും 4 അവർ ക്യാൻഡിലും സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ടൈമിങ്ങിൽ പുതിയൊരു 1 അവർ ക്യാൻഡിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ 159.60 മുകളിലായിട്ട് ഉള്ളൊരു ബൈക്ക് നമുക്ക് 159.20 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 160 ഫസ്റ്റ് ടാർഗറ്റായിട്ടും 160.3 സെക്കൻഡ് ടാർഗറ്റായിട്ടും നമുക്ക് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3425 നിൽക്കുന്നു. സോ GBPയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GDP അനൗൺസ്മെൻറ്റ് ഇന്നുണ്ട്. സോ അതിനുശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ അതിനുശേഷം മാർക്കറ്റ് 1.3400 മുകളിലായിട്ട് തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്നത്തെ ലെവൽ, എക്സ്പെക്റ്റഡ് ലെവൽ, അതായത് ന്യൂസ് ഒന്നും അഫക്റ്റ് ചെയ്യാതെ എക്സ്പെക്റ്റഡ് ലെവൽ എന്ന് പറയുന്നത് 1.3380 to 1.3400 ആണ്. ഓക്കെ, ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ 1.3450 to 1.3480 വരെയാണ് നമുക്ക് ഹൈയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു ബൈ സോൺ എന്ന് പറയുന്നത് GBPയിൽ 1.3410 to 1.3400 ഈ ലെവലിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ടൈറ്റ് ആയിട്ട് വെക്കാം, 1.3380 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക്
ഒരു 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ജി ബി പിയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ജി ബി പിക്ക് ഇത് ന്യൂസ് ഉള്ള ദിവസമാണ്, അതുകൊണ്ടിട്ട് തന്നെ ന്യൂസ് സമയത്ത് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ജി ബി പിയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ നേരെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഏത് നിമിഷവും യൂറോയിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായതുകൊണ്ടിട്ടാണ് യൂറോയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമ്മൾ ജി ബി പി പോലത്തുള്ള കറൻസീസിൽ നമ്മൾ ലോങ്ങർ ടേമിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനൊക്കെ നമ്മൾ ലോങ്ങർ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജി ബി പി ബേസിക്കലി 1.3300 1.3200 കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബൈ എൻട്രി കിട്ടി മുകളിലോട്ടുള്ള പ്രൈസ് എക്സ്പെക്ട് ചെയ്ത് ഒരു 3 to 6 months നമുക്കൊരു 1.400 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പൊളിറ്റിക്കലി വേറെ പ്രശ്നങ്ങളൊന്നും യു കെയിൽ നടന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പുട്ടിൻ്റെ പട്ടാളം അല്ലെങ്കിൽ റഷ്യ യു കെനെ അറ്റാക്ക് ചെയ്തില്ല എങ്കിൽ, ഈ കണ്ടീഷനിലാണെങ്കിൽ 1.400 ആയിരിക്കും നമ്മളൊരു 6 മാസം കഴിഞ്ഞിട്ട് ജി ബി പിയിൽ കാണാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഫിസിക്കലി ജി ബി പി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ അതേപോലെ ക്രൂഡ് ഓയിൽ ഇപ്പോൾ വെനിൻസുല പോലത്തുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് യു എസ് പിടിച്ചടക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓയിൽ ശേഖരം കൊണ്ടിട്ടാണ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ യു എസ് കമ്പനികൾ അവിടെ പോയി ഓയിൽ എടുക്കുകയും ഓയിലിൻ്റെ സപ്ലൈ കൂടുകയും ഓയിലിൻ്റെ റേറ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, സോ ഓയിലിൻ്റെ റേറ്റ് കുറയുമ്പോൾ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന് 40 ആണ്. ഓക്കെ, ഇപ്പോൾ 59 നിൽക്കുന്നു, 40 വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കറിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും ആദ്യത്തെ ഇന്ത്യൻ ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസ് അല്ല എങ്കിൽ ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കിട്ടുന്നുണ്ട്. സോ 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം. $10,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $12,250 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അതേപോലെ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസ്, അതായത് 1000 ഇട്ടാൽ $2,000 ട്രേഡ് ചെയ്യാം. ഓക്കെ, ബാക്കി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കിട്ടുകയും ചെയ്യും. സോ ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ ലാപ്ടോപ്പിൽ ചാർജ് തീരാറായി, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇത് കണ്ടത്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ, നിങ്ങൾ ആ ഒരു ബോണസ് എടുത്തിട്ട് ലോങ്ങർ ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ജി ബി പിയിലും ക്രൂഡ് ഓയിലും ഒക്കെ നല്ല പ്രൈസിന് കിട്ടുന്ന സമയത്ത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതൊരു ബോണസ് പൈസ നിങ്ങൾ ഇതിനകത്തോട്ട് ലോങ്ങർ ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, ഒരു ഓവർ എ പോയിന്റ് ഓഫ് ടൈം നല്ലൊരു പ്രൈസ് ആയിട്ട് അത് അവിടെ കിടന്നോളൂ. ഇപ്പം നിങ്ങൾക്ക് മാസാമാസം ക്ലോസ് ആണ് ഉണ്ടാവുന്നതെങ്കിലും ഒരു സംഭവം മേടിച്ചിട്ട് ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് വിൽക്കാൻ പറ്റിയാൽ നല്ലൊരു പ്രൈസിന് നമുക്കൊരു പ്രോഫിറ്റൽ ട്രേഡറായിട്ടും അത് അവിടെ കിടന്ന് വളർന്നോളും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഡയറക്റ്റ്ലി ഞാൻ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് സംസാരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.